മോട്ടിവേഷൻ എന്നൊക്കെ പറയാമോ എന്നറിയത്തില്ല. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, ഞാൻ നേരിട്ട കുറെ കാര്യങ്ങൾ, ഞാൻ സക്സസ് ആയിട്ട് നേടിയെടുത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മള് നമ്മൾ ഒരു മനുഷ്യരാണ്. നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നൊരു ജീവിതമാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ആൾക്കാരെ കാണേണ്ടി വരും, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിൽ നിന്നൊക്കെ നമ്മൾക്ക് എന്താണ് പഠിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലാണ് സന്തോഷം ഉണ്ടായത്, ഏതൊരു സാഹചര്യത്തിലാണ് ദുഃഖം ഉണ്ടായത്, എവിടെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയത്, നമുക്കൊന്ന് എന്തെങ്കിലും പറയാനായിട്ട്, ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു നിമിഷം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ജോലി ശ്രമിക്കുന്നു, പക്ഷെ എൻ്റെ ജോലിയൊന്നും സക്സസ് ആകുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം, എൻ്റെ ജീവിത പങ്കാളി അത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മക്കള് ഇങ്ങനെ അല്ലല്ലോ ഞാൻ കരുതിയത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? ഇതാ ഒരു പോംവഴിയുണ്ട്. നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് വേറെ ആരും ഇവിടെ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, സെൽഫ് ലവ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത്? ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങള് ജീവിതം മടുത്തുപോയി എന്നൊരു നിമിഷം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നാത്ത വ്യക്തികളില്ല. സത്യമല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ആരൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലൂടെ പോയപ്പോഴാണ് ആ ഒരു നിമിഷം നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതിന് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. വേറൊരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അതൊരു സക്സസ് ആകത്തില്ല. നമ്മൾ എവിടെയാണോ തോറ്റത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ആരെങ്കിലും തോൽപ്പിച്ചത്, അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ, അതുപോലെ നമ്മളെ താഴ്ത്തിക്കെട്ടിയവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ചു കാണിക്കണം, അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് നമ്മളുടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മളെ എത്രത്തോളം തരം താഴ്ത്തുന്നു ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ ഫാൻ, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ ആയിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ മുൻപിലൊക്കെ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഇത്, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ ഇവള് അല്ലെങ്കിൽ ഇവൻ, ഞാൻ വിചാരിച്ചു ഇതോടുകൂടി തളർന്ന് പണ്ടാരടങ്ങി പോകും, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ബട്ട് ഞാൻ ചിന്തിച്ചതിലും വിപരീതമായിട്ടായിട്ടല്ലോ നടന്നത്. ആള് ഭയങ്കരമായിട്ട് സക്സസ് ആയി, ആഹാ എന്നൊക്കെ വിചാരിച്ച് കണ്ണ് തള്ളുന്ന രീതിയിൽ നമ്മൾ അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ജോലി മേഖലയിലാണോ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? നമ്മൾ ശ്രമിക്കുക. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞു, ഇനി എനിക്കൊണ്ട് വയ്യ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും പോയിട്ട് മൂലയിൽ പോയിട്ട് ഫോണും കുത്തി കളിച്ചിരുന്നാൽ നമ്മളുടെ ജീവിതം നടക്കത്തില്ല. ഇപ്പോ ദൈവത്തെ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ, ഞാനൊരു ദൈവവിശ്വാസിയാണ്, നമ്മൾ ദൈവത്തെ വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി ശരിയാക്കി തരണേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, ഞാൻ പോകുന്ന യാത്രകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചിന്തിച്ചോളൂ, ദൈവത്തെ വിളിക്കും. ബട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം, അല്ലെ? ഇപ്പൊ നമ്മൾ ദൈവത്തെ വിളിച്ചു, എന്നാലും എൻ്റെ ദൈവമേ എനിക്കത് നടന്നു കിട്ടിയില്ലല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. റെസ്പെക്ട് യുവർ സെൽഫ്. റെസ്പെക്ട്, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാതെ വേറൊരാള് എന്നെക്കുറിച്ച് ചിന്തിക്കത്തില്ല. സോ ഐ ലവ് മൈസെൽഫ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലവ് ചെയ്യൂ, നിങ്ങൾ ലവ് ചെയ്യൂ ആദ്യം, അതിനുശേഷമാണ് മറ്റെന്തും ഉള്ളത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകും. ഈ ഒരു ജീവിത യാത്രയിൽ പലരെയും കണ്ടുമുട്ടിയെന്ന് വരാം, പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയെന്ന് വരാം.
പല സമ്മർദ്ദങ്ങളിലൂടെ, പല ഞെരുക്കങ്ങളിലൂടെ, പല സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അങ്ങനെ പലതിലൂടെയും കടന്നു പോയിട്ടുണ്ടാവാം. ബട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത, കോൺഫിഡൻറ്റ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും അവരുണ്ടാകും, അല്ലെങ്കിൽ അവനുണ്ടാകും, അവളുണ്ടാകും, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അവനവന്റെ കൈയും കാലും ഉണ്ടെങ്കിൽ മാത്രമേ അവനവന് ജീവിക്കാൻ പറ്റുള്ളൂ. സോ കോൺഫിഡൻറ്റ് ലെവല് കൂട്ടുക എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ തന്നെ സെൽഫായിട്ട് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, കീപ് ഗോയിങ്. നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും സക്സസ് ആകും. അതിനായിട്ട് പരിശ്രമിക്കൂ, സക്സസ് ആകും തീർച്ചയായും. നമസ്കാരം.